ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ചോക്ക് ജോഷി. കൂട്ടുകാർക്ക് അലഞ്ചോക്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോഷ്യോളജി അധ്യായം 1 ക്യാപ്സ്യൂൾ നോട്ടുമായാണ്. അധ്യായം 1: ഇന്ത്യൻ സമൂഹത്തിലെ ഒരു അംഗം. മുന്നറിവും സമൂഹശാസ്ത്രവും. സമൂഹത്തെ കുറിച്ചുള്ള മുന്നറിവുകൾ എല്ലാ വ്യക്തികളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂജ്യത്തിൽ നിന്നല്ല സമൂഹശാസ്ത്രം തുടങ്ങുന്നത്. കുടുംബം, സമൂഹം, വിദ്യാലയം തുടങ്ങിയവ ഇത്തരം മുന്നറിവുകൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. സമൂഹശാസ്ത്രം പഠിക്കുമ്പോൾ ഇത്തരം മുന്നറിവുകൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവാറുണ്ട്. ഗുണങ്ങൾ: സമൂഹശാസ്ത്ര പഠനം എളുപ്പമാക്കുന്നു, നിത്യജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നു. ദോഷങ്ങൾ: സമൂഹത്തെക്കുറിച്ചുള്ള മുൻപ് പഠിച്ച ചില കാര്യങ്ങൾ നാം മറക്കേണ്ടതുണ്ട്. സാമാന്യബോധം ഉപയോഗിച്ച് ചുറ്റുപാടിൽ നിന്നും നാം ആദ്യം മനസ്സിലാക്കിയ കാര്യങ്ങൾ ശാസ്ത്രീയമല്ല. സാമാന്യബോധം ഉപയോഗിച്ച് പഠിക്കുന്ന കാര്യങ്ങളിൽ ഭാഗികമായ മാത്രമേ സത്യമുണ്ടാവുകയുള്ളൂ. ഇത്തരം ഭാഗിക അറിവുകൾ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു. സ്വയം പ്രതിഫലനം: ഇത് ആത്മപരിശോധന ചെയ്യാനുള്ള കഴിവാണ്. മറ്റുള്ളവർ നിങ്ങളുടെ പഠനം എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. പുറമേ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കുവാനും ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നു. സാമൂഹിക ഭൂപടം: സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എന്താണെന്ന് ഇത് കാണിച്ചു തരുന്നു. സമൂഹത്തിലെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ ഭൂപടം നിങ്ങളുടെ പ്രദേശത്തിന്റെ സ്ഥാനവും സ്വഭാവമാണ് നിർണ്ണയിക്കുന്നത്. എന്നാൽ സാമൂഹ്യ ഭൂപടം സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്ഥാനമാണ് അടയാളപ്പെടുത്തുന്നത്. ഉദാഹരണം: സോഷ്യൽ ഗ്രൂപ്പ്, ലാംഗ്വേജ്, കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ, എക്സെട്ര. സാമാന്യബോധം: വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്നു. ശാസ്ത്രീയ അടിത്തറയില്ല. കാലത്തിനനുസരിച്ചും സംസ്കാരത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. സാമാന്യ ബോധ ഭൂപടം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. സാമൂഹ്യശാസ്ത്ര ഭാവന: വ്യക്തിയും സമൂഹവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ സമൂഹ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. സാമൂഹിക ഘടകങ്ങൾ ഒരു വ്യക്തി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. ചോദ്യം ചെയ്യുന്നതിനും വിമർശനാത്മകമായി വിശകലനം ചെയ്യുന്നതിനും സഹായിക്കുന്നു. സഹാനുഭൂതി, വിമർശനാത്മക ചിന്ത തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കുന്നു. താങ്ക് യു.